എൻ്റെ പേര് ഹംസ. ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് വളവന്നൂരിലാണ്. വളവന്നൂർ പരമ്പനാല പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ 10-30 വർഷമായി നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. പിന്നെ കൂടുതലായിട്ട് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഗ്യാസിൻ്റെ പിന്നെ സ്റ്റൗകൾ, പിന്നെ അതുപോലെ പിന്നെ സ്റ്റീൽ ടേബിളുകൾ, ഷവായ മെഷീൻ, ആ ഐറ്റംസ് ഒക്കെയാണ്. നമ്മൾ സ്ഥാപനം തുടങ്ങി 10-30 വർഷമായി. പിന്നെ ബിരിയാണി സ്റ്റൗ ആണ് കൂടുതലായിട്ടുള്ള മൂവിങ്ങോടെ വരുന്നത്. 3 ബർണർ, 2 ബർണർ, റൗണ്ട് ബർണർ ആയിട്ടാണ് വരുന്നത്. സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്തച്ഛനാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ആള്. മൂപ്പര് സൗദിയിൽ വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു. സൗദിയിൽ ഇതിൻ്റെ ഷോപ്പിലായിരുന്നു. ഈ സെല്ലാജ്, ഫ്രീസർ, ഓവന് ഇതൊക്കെ ഉണ്ടാക്കുന്ന കടയിലായിരുന്നു. മൂപ്പര് അവിടുന്ന് അതെല്ലാം ഒഴിവാക്കിയിട്ട് പിന്നെ എന്നോട് പറഞ്ഞ് നമ്മളിങ്ങനെ പാർട്ണറായി തുടങ്ങുക എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ തുടങ്ങിയിട്ട് 10-30 വർഷമായി. ഇപ്പൊ നമ്മളിത് ആദ്യം നമ്മൾ ഈ ഓഡിറ്റോറിയത്തേക്കുള്ള ടേബിളുകൾ, അതുപോലെ പിന്നെ ഇൻസിനേറ്റർ, വേസ്റ്റ് കത്തിക്കണ ഇൻസിനേറ്റർ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റൗകള്, ഓവന്, ഇത്രയും ഐറ്റംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി. അത് ആ ഐറ്റംസ് ഇപ്പോഴും ഉണ്ടാക്കി കൊണ്ടേയിരിക്കുന്നുണ്ട്. അതെ അതെ, നമ്മൾ ഹൈ പ്രഷർ സ്റ്റൗ ആണ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. ഹൈ പ്രഷർ സ്റ്റൗ എന്ന് പറഞ്ഞാൽ ബിരിയാണി സ്റ്റൗ. അത് 2 ചുറ്റും 3 ചുറ്റായിട്ടുള്ള റൗണ്ട് ബർണറായിട്ടാണ് വരുന്നത്. അത് നമുക്ക് അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഗ്യാസ് ചെലവ് വളരെ കുറവാണത്. മറ്റേ സാധാ G9, G10, G11 ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഗ്യാസ് ചെലവ് കൂടും. പക്ഷെ അതിനെ സംബന്ധിച്ച് നോക്കുന്നത് വളരെ കുറഞ്ഞ ഗ്യാസ് ചെലവിൽ നമുക്ക് പാചകങ്ങൾ ചെയ്തെടുക്കാം. മനസ്സിലായത് പറഞ്ഞാൽ നമ്മള് പിന്നെ അതും ഇതുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ, അതായത് ഇപ്പൊ നമ്മൾ കൂടുതൽ നമ്മൾ സാധനം കൊടുത്ത ഹോട്ടലിൽ പോയിട്ട് നമ്മൾ അന്വേഷിക്കും. അപ്പൊ അവര് പറയും 2 സിലിണ്ടർ കിട്ടുന്ന രൂപത്തിലാണെങ്കിൽ നിങ്ങൾ ഈ റൗണ്ട് ബർണർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 5-6 ദിവസം നമുക്ക് ഒരു സിലിണ്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഗ്യാസ് ചെലവ് ലാഭമായിട്ടാണ് അവർ കാണുന്നത്. അങ്ങനെയാണ് നമ്മൾ അതിന്റെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞത്. അതെ, നമ്മൾ ഈ ഓൺലൈൻ വഴിയാണ് കൂടുതൽ, പരസ്യം വഴിയാണ് ആളുകൾ വരുന്നത്. പിന്നെ നമ്മൾ ഡെലിവറി ഉണ്ട്. ഡെലിവറി എവിടേക്ക് വേണമെങ്കിൽ നമ്മൾ സാധനങ്ങൾ പിന്നെ സർവീസ് ഉണ്ടല്ലോ, പാർസൽ സർവീസ് ഉണ്ടല്ലോ, സർവീസിൽ നമ്മൾ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കും. അത് അവർ ലിസ്റ്റ് തരും, അല്ലെങ്കിൽ അവരുടെ കിച്ചന്റെ അളവിനനുസരിച്ച് നമ്മൾ അവിടെ പോയിട്ട് സൈറ്റിൽ പോയിട്ട് നമ്മൾ അളവ് എടുത്തിട്ട് നമ്മൾ പൊറോട്ടക്കല്ലോ സ്റ്റൗവോ എന്ത് വേണമെങ്കിലും നമ്മൾ ആ അളവിൽ നമ്മൾ ചെയ്തു കൊടുക്കും. മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടുതൽ അവർ യൂസിങ്ങിന്റെ അനുസരിച്ചിട്ടാണ്. ചില ആളുകൾ കിച്ചണിലൊക്കെ ആണെങ്കിൽ പിന്നെ കൂടുതൽ ശ്രദ്ധിക്കാറില്ല. കൂടുതൽ അവരെ വർക്ക് കഴിഞ്ഞിട്ട് വീണ്ടും തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് സാധനം യൂസ് ചെയ്യാം. അത്ര പെട്ടെന്ന് മെയിൻ്റെനൻസ് വരുന്നില്ല. ഇനി മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ സമീപിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആള് അവിടെ പോയിട്ട് നമ്മൾ സാധനം ചെയ്തു കൊടുക്കും, സർവീസ് ചെയ്തു കൊടുക്കും. ഇവിടെ 7 ആൾക്കാരുണ്ട് നമ്മൾ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നുണ്ട്. 7 ആൾക്കാർ. സ്റ്റീല് 304 എന്ന സ്റ്റീലുണ്ട്. കേജ് കൂടിയതും അതിലെ ക്വാളിറ്റി കൂടിയതാണ്. കൂടുതൽ കെമിക്കലൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു കംപ്ലൈന്റ് ഒന്നും വരില്ല. ആ സ്റ്റീല് ആവശ്യപ്പെടുന്നവർക്ക് ആ സ്റ്റീൽ നമ്മൾ ചെയ്തു കൊടുക്കും. അതിന് കുറച്ച് എക്സ്പെൻസ് കൂടും. പിന്നെ 202 സ്റ്റീലാണ് വരുന്നത്. അത് സാധാ ഓൾറെഡി എല്ലാവർക്കും ഉപയോഗിക്കാൻ ഒരു സ്റ്റീലാണ്. അത് വീണ്ടും തുടച്ച് വൃത്തിയാക്കണം, എന്നാൽ പിന്നെ കംപ്ലൈന്റ് ഒന്നും വരില്ല. തുടച്ച് വൃത്തിയാക്കാത്ത അവസ്ഥയിലാണെങ്കിൽ കൂടുതൽ കംപ്ലൈന്റ് വരും. അത് ഒരു കാറ് കുത്തായിട്ടുള്ള ചെറിയൊരു ഡോൾസുകൾ വരുമില്ല. ഇല്ല, അന്ന് ഞങ്ങൾ തുടങ്ങിയ സീസണിൽ പിന്നെ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. കാരണം ഇത് ജനങ്ങളിലേക്ക് എത്തിപ്പെടണമല്ലോ. എത്തിപ്പെടുമ്പോഴാണല്ലോ ഇതിന്റെ ഒരു കൂടുതൽ മൂവിങ് വരില്ലേ. അങ്ങനെ ഒരു 2 വർഷം അങ്ങനെ തള്ളി നീക്കി. പിന്നെ ജനങ്ങൾക്ക് പരസ്യങ്ങളെയൊക്കെ കണ്ട് എത്തിയപ്പോൾ പിന്നെ ജനങ്ങൾ വന്നിട്ട് ആശ്രയിക്കാൻ തുടങ്ങി. പിന്നെ ഓട്ടോ കുഴപ്പമില്ലാതെ പോകുന്നു. അത് ഏകദേശം ഒരു 2-2.5 വർഷമായിക്കണ് ആ ഒരു ഫീൽഡിൽ താന്ന് കിടക്കരുത് ഞങ്ങൾ. പിന്നെ അവിടുന്നായിട്ട് മൂവിങ് ആയി ഞങ്ങൾ. പിന്നെ എല്ലായിടത്തും അറിയപ്പെട്ടു. പിന്നെ കാസർഗോഡ് ആ ഭാഗത്തൊക്കെ ഒരുപാട് ഓവനുകൾ പോയിട്ടുണ്ട്. നമ്മൾ എന്ന് പറയാം അങ്ങനെ ഒരു 10-25-30 പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ആളുകൾ വന്നിട്ട് ഇനി സാധനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അതിന്റെ ഡ്രോയിങ് തരികയാണെങ്കിൽ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അടുത്ത സ്റ്റെപ്പ് ഇത് ഒന്നും പാടി ഒന്ന് വിപുലീകരിക്കാനുള്ള സാധ്യത ഉണ്ട്. കുറച്ചും പാടി ഒന്ന് ഹെവി ടൈപ്പിലേക്ക് കുറച്ച് കൂടുതൽ മെഷീനറി സാധനങ്ങൾ ഇറക്കിയിട്ട് ഒന്ന് വിപുലീകരിക്കാനുള്ള ഒരു ആലോചന ഉണ്ട്. ഡിസ്പ്ലേ സെന്റർ നമ്മൾ കുർക്കോൾ കുന്നത്ത് ഒരു ഡിസ്പ്ലേ സെന്റർ ഉണ്ട്. ടെക്നോ, ഈ പേരിൽ തന്നെയാണ്. ടെക്നോ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ തന്നെയാണ്.
നമ്മളെ ടെക്നോളജീസ് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത സിസ്റ്റമാണ് എക്കോബർണ ടെക്നോളജി എന്ന സിസ്റ്റം. നമുക്ക് അതായത് ഹോട്ടൽ ഫീൽഡിലും മറ്റും ബിരിയാണി അതുപോലെ പായസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയതായിട്ട് ചെയ്താണ് റിംഗ് പറഞ്ഞ സിസ്റ്റമായിട്ട് വരുന്നത്. ഈ ഒരു സിസ്റ്റത്തിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേ മാതിരി കറക്റ്റ് ഫ്ലെയിം വരുന്നുള്ളതാണ്. മറ്റേ ഹൈ പ്രഷർ സ്റ്റൗവിന് മാതിരി സെൻട്രലിൽ മാത്രം ഹൈ ഫ്ലെയിം വന്നിട്ട് കത്തിപ്പോവുക, അങ്ങനത്തെ കരി പിടിക്കുക, അങ്ങനത്തെ യാതൊരു കംപ്ലൈൻറ്റ് ഇതിന് വരില്ല. അതേമാതിരി നമ്മൾ ഈ ബർണറിന് ഒരു ഹൈ പ്രഷർ സ്റ്റൗവിന് ഒരു കമ്പനി പോലും വാറണ്ടി കൊടുക്കുന്നുണ്ടാവില്ല. അത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 year വാറണ്ടിയോട് കൂടിയാണ്. ബർണർ കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 1 year റീപ്ലേസ്മെന്റ് ചെയ്ത് തരും. യാതൊരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിന് 5 വർഷം വരെയാണ് ഇതിന്റെ ബർണർ നോർമലി ലൈഫ് വരുന്നത്. ഇത് വരുന്നത് 50 കിലോന്റെ ബിരിയാണി ചെമ്പ് വെക്കാനുള്ള സൈസാണ് ഇത് വരുന്നത്. ഇത് ഏറ്റവും ചെറുത് മുതൽ വലുത് വരെ വരുന്നുണ്ട്. 50 കിലോ വെക്കാൻ വേണ്ടത്. പിന്നെ കസ്റ്റമേഴ്സിന്റെ ആവശ്യാനുസരണം അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിൽ നമുക്ക് വളരെ ഹൈ ഫ്ലെയിം കിട്ടാൻ വേണ്ടിയിട്ട് പുതിയ മോഡൽ വരുന്നതാണ് ഇത് റിംഗ് വരുന്നത്. ഈ റിങ്ങും അതേപോലെ സെൻട്രൽ ഹൈ പ്രഷറും കൂടി വരുന്ന മോഡലാണ് ഇത്. അധികം ജിലേബി അങ്ങനത്തെ മുട്ടായി ഐറ്റംസ് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ഐറ്റംസ് ആണ്. അതായത് നമുക്ക് റിങ്ങിലും കുറഞ്ഞ ഫ്ലെയിമിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേമാതിരി നമുക്ക് എണ്ണ പെട്ടെന്ന് ചൂടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ പ്രഷർ G9 ബർണർ എന്ന് പറയും. അതിലേക്ക് ഹൈ പ്രഷറിൽ നമുക്ക് യൂസ് ചെയ്യാനും കഴിയും. ഈ റിങ്ങിൽ യൂസ് ചെയ്താലുള്ള മെച്ചം എന്ന് വെച്ചാൽ എണ്ണ കറി എടുത്ത് കറുത്ത കളറാവുക പ്രശ്നങ്ങളോ അതേപോലെ എണ്ണ വേഗം ആവിയായി കന്ന കംപ്ലൈൻറ്റോ ഉണ്ടാവില്ല. കറക്റ്റ് ഫ്ലെയിമിൽ നമുക്ക് എന്ത് ചെയ്യും, പാത്രത്തിലേക്ക് ഫ്ലെയിം കിട്ടും. നോർമലി ഉപയോഗിച്ചിരുന്നത് നമുക്ക് റെഡിമെയ്ഡ് കോയമ്പത്തൂർ മെയ്ഡ് അങ്ങനെ പുറത്തെ കമ്പനിയിൽ നിന്ന് വരുന്ന ഐറ്റംസ് ആണ് ഉപയോഗിച്ചിരുന്നത്. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ബർണറുകളാണ് വരിക ഒരു ഹൈ ഫ്ലെയിമിൽ. അത് ഭയങ്കരമായിട്ട് കരി പിടിക്കുക അങ്ങനത്തെ കംപ്ലൈന്റുകൾ വന്നു തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് കൊടുത്തു തന്നത്. ഇത് വന്നപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു ദിവസം ഒരു സിലിണ്ടർ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് നമ്മളെ സിസ്റ്റത്തിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ദിവസം 3 ദിവസം വരെ ഒരു സിലിണ്ടർ ഉപയോഗിക്കാൻ കഴിയും. അത്രയും നമുക്ക് ഗ്യാസ് എഫിഷ്യൻസി ആയിട്ടാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കിത് കൊടുത്തോളം മുഴുവൻ നമുക്ക് നല്ലൊരു ഫീൽഡായി. നമുക്ക് ഒരു പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ ഹോട്ടലിൽ മൊത്തം ഈ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് അത് നമ്മുടെ നോർമൽ സ്റ്റവ് നമുക്ക് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാം. മിനിമം ഒരു 60 സൈസ് വരുന്ന സ്റ്റവൊക്കെ നോർമലായിട്ട് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കാൻ കഴിയും. നമ്മൾ ഗ്യാസ് എഫിഷ്യൻസി കൂടുതലാണ് നമ്മൾ ബർണറിനായിട്ട് വരിക കൺവേർട്ട് ചെയ്യുമ്പോൾ. നമ്മുടെ ടെക്നോന്റെ വേറെ പ്രൊഡക്റ്റാണ് എക്കോബർണ ടെക്നോളജി ആയിട്ട് നിർമ്മിച്ചെടുക്കുന്ന പൊറാട്ടക്കല്ല്. മറ്റ് റെഡിമെയ്ഡ് പൊറാട്ടക്കല്ലിനെ അപേക്ഷിച്ച് നമുക്ക് ഇതിന് ഗ്യാസ് എഫിഷ്യൻസി വളരെ കൂടുതലും അതായത് ലോങ് ലൈഫുമായിട്ട് വരുന്നതാണ്. നമ്മൾ മറ്റേ പൊറാട്ടക്കല്ല് റെഡിമെയ്ഡ് ടൈപ്പിനൊക്കെ നമുക്ക് യാതൊരു കമ്പനിയും ഒരു വാറണ്ടിയോ ഗ്യാരണ്ടിയോ യാതൊന്നും നൽകുന്നതല്ല. നമ്മൾ പൊറാട്ടക്കല്ലിന് നമ്മൾ ബർണർ കൃത്യമായി 1 വർഷത്തിനുള്ളിൽ ബർണർ ഡാമേജ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് വാറണ്ടി നൽകും. അതേപോലെ റെഡിമെയ്ഡ് സിസ്റ്റത്തിൽ നിന്ന് അപേക്ഷിച്ച് നമുക്ക് ഗ്യാസ് ചെലവ് നമ്മളിൽ എഫിഷ്യൻസി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫണ്ട് നമുക്ക് തിരിച്ചു നൽകും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കല്ലിന് ആവശ്യമായ ചൂട് മാത്രമേ ബർണറിൽ നിന്ന് ഫ്ലെയിം വരുള്ളൂ. ഈ സിലിണ്ടറിൽ നിന്ന് വരുന്ന അതേ മുഴുവനായിട്ടുള്ള ഫോഴ്സ് ബർണറിലേക്ക് എത്തിക്കാതെ കല്ലിന് ആവശ്യമായ ഫ്ലെയിം മാത്രം കറക്റ്റ് ഫോഴ്സിൽ എത്തിച്ചുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കല്ല് ഹീറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് ഫുൾ കവറിംഗ് ഉള്ളതുകൊണ്ടും അടി കവറിംഗ് ഉള്ളത് കൊണ്ടും ഇതിന്റെ ഹീറ്റ് കറക്റ്റ് കല്ലിലേക്ക് മാത്രമേ പോവുള്ളൂ. അടിയിലേക്കോ സൈഡിലേക്കോ ബാക്കി എങ്ങോട്ടും ഹീറ്റ് ഡിസ്പാച്ച് ആയി പോകില്ല. ഇതിൽ നമ്മൾ ഏറ്റവും ചെറുത് വരുന്നത് 6 പൊറാട്ട സൈസാണ്. അതായത് 60-45 സെന്റിമീറ്റർ സൈസ് വരുന്നതാണ് ഏറ്റവും ചെറുത് വരുന്നത്. പിന്നെ അതിന് വരുന്നത് 9 പൊറാട്ടയുടെ സൈസ് വരുന്നുണ്ട്. പിന്നെ 12, 14, 18, 24 അങ്ങനെ വലുതായി വരുന്നത്. സ്റ്റീലിലും അതേമാതിരി MS-ലും അവൈലബിൾ ആണ് സാധനം. പിന്നെ അതുപോലെ കസ്റ്റമർ അവരുടെ നമുക്ക് ഹോട്ടലിൽ സ്പേസ് കുറവാകുമ്പോൾ അവർക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഈ ബർണർ എന്ത് ചെയ്യുക സെറ്റ് ചെയ്യാനും കഴിയും. റെഡിമെയ്ഡ് വാങ്ങുന്ന സാധനം അവരൊരു കൃത്യമായ ഒരു സൈസ് ആണെന്നുണ്ടെങ്കിൽ ആ സൈസിന് മാത്രമേ സാധനം അവൈലബിലിറ്റി ഉണ്ടാവുള്ളൂ. നമ്മൾ സ്വന്തമായി ബർണർ എല്ലാം നമ്മൾ മേക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് എന്താണോ അതിനനുസരിച്ച് നമുക്ക് കല്ലും ബാക്കി കാര്യങ്ങളെല്ലാം അവരുടെ സ്പേസിനനുസരിച്ച് നമുക്കത് മേക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. നമ്മളെ ടെക്നോന്റെ അടുത്തൊരു പ്രൊഡക്റ്റാണ് നമ്മളെ സ്റ്റീലിന്റെ സമാവർ വരുന്നത്. ഇത് മറ്റ് റെഡിമെയ്ഡ് സമാവറിനെ അപേക്ഷിച്ച് നമുക്ക് എന്താ വെച്ചാൽ ലിറ്ററുകൾ അതേമാതിരി അതിന്റെ ഷേപ്പും കാര്യങ്ങളും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും. ഷേപ്പ് മാത്രമല്ല നമുക്കിപ്പോൾ ഇതിൽ നോക്കിയാൽ അറിയാം 2 ടിക്കേഷൻസ് ആണ് വരുന്നത്. ഇത് ഒരു കസ്റ്റമർ നമുക്ക് ഓർഡർ തന്നിട്ട് അവരെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിപ്പിച്ചാൽ നമുക്ക് 2 രീതിയിൽ അവർക്ക് ചായ അടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യിച്ചതാണ്. അതേപോലെ ഇതിന്റെ ടാപ്പിന്റെ സോക്കറ്റ് നമുക്ക് മറ്റ് സമാവറുകളെ അപേക്ഷിച്ച് നമുക്ക് ഇത് വെൽഡ് ചെയ്ത് ഫുൾ ഫിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. അധികം റെഡിമെയ്ഡ് സമാവറുകൾക്കും ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഷർ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അത് കുറെ കഴിയുമ്പോൾ ഇവിടെ ലീക്ക് വന്നിട്ട് പിന്നെ അത് ഒഴിവാക്കേണ്ട അവസ്ഥ വരുന്നത്. നമ്മുടെ സമാവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് സ്റ്റീലിൽ വെൽഡ് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ ഇതിന്റെ കൂടെ കൊടുക്കുന്നത് തന്നെ പിച്ചളന്റെ ടാപ്പാണ് ഇതിന്റെ കൂടെ കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് മിൽക്ക് തരുന്ന സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് കസ്റ്റമറിനനുസരിച്ച് അതിന്റെ ഹൈറ്റ് ബായി കാര്യങ്ങൾ എത്ര ലിറ്റർ വേണം എന്നുള്ളതെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ സമാവറിന്റെ ഷേപ്പും കാര്യങ്ങളും കസ്റ്റമൈസ് ചെയ്യും. ഇത് നമുക്ക് വിദേശത്തേക്ക് പോകുന്ന റൈറ്റാണ് ഈ സമാവർ വരുന്നത്. അതുപോലെ ഇത് സ്റ്റീൽ വരുന്നത് 2 സ്റ്റീലും അതേമാതിരി 304 സ്റ്റീലും 2 രീതിയിൽ നമുക്ക് അവൈലബിൾ ആണ് സാധനം. പിന്നെ ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഹെക്സഗൺ ഷേപ്പ് അതേപോലെ റൗണ്ടഡ് ഷേപ്പ് അതേപോലെ സ്ക്വയർ ഷേപ്പ് നമുക്ക് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഷേപ്പ് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ കഴിയും. അതുപോലെ ലിറ്റർ നമുക്ക് എന്ത് ചെയ്യാം എത്ര ലിറ്റർ വേണം. അതേപോലെ ആളുകൾക്ക് ചില പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഹൈറ്റ് പറ്റില്ല. അതേപോലെ നമുക്കൊരു വിടുത്തേക്കൊക്കെ പ്രോബ്ലം ഉള്ളവർക്ക് അവർക്ക് അതിന്റെ അളവ് തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് കൃത്യമായി കസ്റ്റമൈസ് ചെയ്ത് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള സാധനം നമുക്ക് ഡെലിവറി ചെയ്യാൻ കഴിയും. ഇത് ഈ സമാവറൊക്കെ നമുക്ക് അധികം കേരളത്തിൽ ഓൾറെഡി എല്ലാ ജില്ലകളിലും നമുക്ക് സാധനം പോയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എല്ലാ ജില്ലയിലും നമുക്ക് കൊറിയർ ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മളെ ടെക്നോന്റെ ഒരു പുതിയൊരു വേറെ പ്രൊഡക്റ്റാണ് നമ്മൾ
ഒരു ഗ്യാസ് സ്റ്റവ് വരുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് നോർമലായി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇത് നമുക്ക് ഒരേ സമയം ഹൈ പ്രഷറും ലോ പ്രഷറിൽ ഉപയോഗിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മളിത് ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചായ കടികൾ അങ്ങനത്തെ വൈകുന്നേരത്തെ ഈവനിങ് ഷോപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഈ ബർണറിൽ നമുക്ക് എന്താ വെച്ചാൽ കുറഞ്ഞ ഗ്യാസ് ചിലവേ വരുള്ളൂ. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, സമാവർ ഈ ഒരു ബർണറിൽ നമുക്ക് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. കാരണം സമാവർ ഹൈ പ്രഷർ വെച്ചാൽ ഗ്യാസ് നഷ്ടവും ഒരുപാട് പ്രശ്നങ്ങളും വരും, വെള്ളം ഹീറ്റായി പോകും, അങ്ങനത്തെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ വരും. ഇതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഫ്ലെയിമോ. അതേമാതിരി ഇതിൽ തന്നെ നമുക്ക് ഇത് വരുന്നത് ഹൈ പ്രഷർ ബർണറാണ്. ഇതിൽ ഹൈ പ്രഷർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊരിക്കടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ പ്രഷർ വെച്ചിട്ടുള്ളത്. അതായത് ഒരേ സ്റ്റൗവിൽ നിന്ന് ഒരേ റെഗുലേറ്റർ ഒരേ പൈപ്പിൽ നിന്ന് തന്നെ നമുക്ക് ഹൈ പ്രഷറും ലോ പ്രഷറും അറ്റേ ടൈമിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മോഡലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ കൊടുക്കുന്നത് ഹൈഡ്രോളിക്കിൻ്റെ പൈപ്പാണ്. നോർമലായിട്ട് എല്ലാവരും കൊടുക്കുന്നത് റെഡ് കളർ നോർമൽ പൈപ്പ്. നമ്മളതിന് കൊടുക്കുന്നത് നമ്മൾ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന മൊത്തം പ്രൊഡക്റ്റും നമ്മൾ കൊടുക്കുന്നത് ഹൈഡ്രോളിക്കിൻ്റെ പൈപ്പാണ് നമ്മൾ എല്ലാ ഐറ്റംസിനും കൊടുക്കുന്നുള്ളത്. നമ്മുടെ ഈ സ്ഥാപനം വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്ത് 7 കിലോമീറ്റർ വരമ്പനാല എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. നമുക്ക് വേറെ ഷോപ്പ് ഉള്ളത് നമുക്ക് പുത്തനത്താണിയാണ് നമുക്ക് വേറെ ഷോപ്പുള്ളത് മലപ്പുറം ജില്ലയിൽ തന്നെ. അതേപോലെ നമുക്ക് വേറെ ഡിസ്പ്ലേ ഷോപ്പ് വരുന്നത് കുറുക്കോൾക്കുന്ന് ഭാഗത്താണ് നമ്മളെ വേറെ ഡിസ്പ്ലേ ഷോപ്പ് വരുന്നത്.